ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണേ. ഞങ്ങൾ സുഖമായിരിക്കണേ. നമുക്കിതാ രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ പോവണ്ടേന്. മക്കളൊന്നും എണീച്ചിട്ടില്ല. മക്കൾക്കൊക്കെ ഒന്ന് എക്സാമും ഒക്കെയാണ് സ്കൂളിൽ. അപ്പോൾ അവർക്ക് പോകാനാകുമ്പോൾ ചായക്കടി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ തലേദിവസം അരച്ച് വെച്ച മാവാണിട്ടത്. വെള്ളപ്പത്തിന് അരച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ അരി കുതിർക്കണതും അരക്കണമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ നാളികേരവും വറ്റും ഈസ്റ്റും അരിയും കൂടെ ഇട്ടുങ്ങാണ്ട് ആട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തായി പിന്നെ വെള്ളപ്പത്തിന് മാവായിരിക്കും ചെയ്തിട്ടുണ്ട്, ഉണ്ണിയപ്പത്തിന് ചട്ടി അടുപ്പത്ത് വെക്കും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ നമുക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ കുഴിയിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇടേണ്ടവർക്ക് പഞ്ചസാര ഇടാം കേട്ടോ. മാവുക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കട്ടോ. മൂടിയൊക്കെ എടുത്ത് ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ മറിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്താലേ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കോരി മാറ്റാം. ഉള്ള ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ പൂണ്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 3 പച്ചമുളക്, ഇതുപോലത്തെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് ഒരു മല്ലിച്ചപ്പിൻ്റെ കഷ്ണം കേട്ടോ. ആഫ്രിക്കൻ മല്ലീൻ്റെ ചപ്പ ഇതാട്ടോ, മറ്റേ മല്ലീൻ്റെ അടുത്തില്ല. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അധികം ലൂസല്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ചട്നിക്ക് അരച്ചത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇപ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താളിപ്പ് ചട്നിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചട്നി അടുപ്പത്തൊക്കെ ചൂടാക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശമാവ് കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ സാധനം. എന്താ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ.